കാരണം ശാരീരികമായിട്ടുള്ള അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് സുഖം കൊടുത്തു, ഞാൻ വലിയ കേമനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ അടിമയാണ്. അവളുടെ ശരീരത്തിന് സുഖം കൊടുക്കാൻ വേണ്ടി നമ്മൾ നടക്കുന്നു. എന്നുവെച്ചാൽ അവളുടെ ശരീരത്തിൻ്റെ സുഖം അവൾ ജീവിച്ചറിയട്ടെ. അതുകൊണ്ട് അവളുടെ ശരീരത്തിന് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട സുഖം കൊടുത്തു, അതിൻ്റെ പേരിൽ ഇവൾ നമ്മളെ ആശ്രയിക്കുന്നു. വെറും ജഡികമായിട്ടുള്ള, മനസ്സിലായി, മരണത്തെ ആശ്രയിക്കുന്ന രണ്ട് വ്യക്തികൾ, സത്യസന്ധതയില്ലാത്ത രണ്ടുപേരും. ഒരിക്കലും ഒരു സ്ത്രീയെ ശാരീരികമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് സുഖിപ്പിച്ചതിൻ്റെ പേരിൽ അവൾ നമ്മുടെ കൂട്ടത്തിൽ കൂടുന്നുണ്ടെങ്കിൽ അത് നാശത്തിൻ്റെ വഴിയേ പോകത്തുള്ളൂ. ഒരു സംശയം വേണ്ട. ലൈംഗികത ആയിരിക്കരുതും നമ്മുടെ ജീവിതത്തിൻ്റെ തെളിച്ചത്തിൻ്റെ അടിസ്ഥാനം. അനുഭവം, ജീവനെ അനുഭവിക്കുന്ന ഭാഗമായിരിക്കണം. ജീവനാണ് അനുഭവിക്കേണ്ടത്. ലൈംഗിക അനുഭവം ഉണ്ട്. അവിടെ മദ്യം കഴിച്ചാൽ അനുഭവമുണ്ട്, ഭക്ഷണം കഴിച്ചാൽ വേറെ അനുഭവമുണ്ട്, വെള്ളം കുടിച്ചാൽ വേറെ അനുഭവമുണ്ട്. പക്ഷേ ജീവൻ അനുഭവിക്കുന്ന ഭാഗത്തായിരിക്കണം. ജീവിതം എന്ന് പറയുന്നത് തന്നെ അനുഭവിക്കണം. അതനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് വ്യക്തിത്വ ബോധം ഉണ്ടാകുന്നത്. അപ്പോഴേ വ്യക്തിത്വ ബോധം എന്താണെന്ന് അറിയത്തുള്ളൂ. അല്ലാണ്ട് സദാചാരം പറഞ്ഞ് നടക്കുന്നവർക്ക് ഒരിക്കലും വ്യക്തിത്വ ബോധം ഉണ്ടാകത്തില്ല. രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്നവർക്ക് ഒരിക്കലും വ്യക്തിത്വ ബോധം ഉണ്ടാകത്തില്ല. അവർ ശാശ്വതമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗത്തായിരിക്കത്തില്ല. അവർ കള്ളത്തരവും വഞ്ചനയും ചതിയും അവരുടെ കൂട്ടത്തിലുണ്ടാവും. അതാണ് മനസ്സിലായി. ജീവിതം എന്ന് പറയുന്നത് അനേകായിരം കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ലക്ഷണമാണ് ജീവിതം. മനസ്സിലായി. അതൊരു പുസ്തകത്തിൽ നിന്നും വായിച്ചാൽ അറിയാൻ പറ്റത്തില്ല. മനസ്സിലായി. അവനവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിൽ മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ജീവിതത്തെ തകർത്തത് ലൈംഗികതയാണ്. മനസ്സിലായി. ലൈംഗികതയുടെ ഭാഗത്താണ് ഈ ജീവിതത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന് വേറൊന്നുമല്ല. മനസ്സിലായി. സ്ത്രീയുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയിൽ പെട്ടുപോയി. മനസ്സിലായി. പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ നിർഗുണന്മാരായിപ്പോയത്. മനസ്സിലായി. അവരാണ് വേസ്റ്റായിപ്പോയത്. മനസ്സിലായി. സ്ത്രീയെ സൂചിപ്പിക്കാൻ, മനസ്സിലായി, അതിനു വേണ്ടിയിട്ട് ഇവൻ എന്താ ഉണ്ടാക്കുന്നത്? ഇവൻ സമൂഹത്തിൽ പ്രമാണിയാണ്, ഇവൻ കഴിവുള്ളവനാണ്, കാശുകാരനായി. ഇതെല്ലാം സ്ത്രീയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. മനസ്സിലായി. ജീവിക്കാൻ വേണ്ടി ഇതൊന്നും വേണ്ട. ഇത്ര ഭയങ്കര വലിയ പത്രാസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ജീവിക്കാൻ. മനസ്സിലായി. സ്ത്രീയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായി, സ്ത്രീയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യുന്ന ഭാഗത്തോട്ടായി. ജീവനെ സ്വാധീനിക്കുന്ന ഭാഗത്ത് സ്ത്രീയല്ല സ്വാധീനിക്കേണ്ടത്, ജീവനെയാണ് സ്വാധീനിക്കേണ്ടത്. ജീവനെ ആകർഷിക്കാൻ പാകത്തിനാകുമ്പോഴാണ് അവൻ പ്രാപ്തനാകുന്നത്. സ്ത്രീയെ സ്വാധീനിച്ചിട്ട് മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടത്തില്ല. വേസ്റ്റാണ്. ജീവനെയാണ് സ്വാധീനിക്കേണ്ടത്. നമ്മൾക്ക് ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് സ്ത്രീകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലുണ്ടാവും, ചില സ്ത്രീകൾക്ക് പുരുഷന്മാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഈ അട്രാക്ഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. ആ അട്രാക്ഷനിൽ തന്നെയാണ് നമ്മുടെ നാശവും ഉണ്ടാകുന്നത്. നമ്മൾ സ്ത്രീയെ അട്രാക്റ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ അവളുടെ ശരീരമേ അവൾക്ക് തരാനുള്ളൂ, അത് വേറെ ഒന്നും തരാനില്ല. മനസ്സിലായി. സ്ത്രീയെ അല്ല അട്രാക്റ്റ് ചെയ്യേണ്ടത്, ജീവനെയാണ് ആകർഷിക്കേണ്ടത്. ജീവനെ ആകർഷിക്കത്തക്ക രീതിയിലാകണം. അവിടെയാണ് നമ്മുടെ ജീവിതം. സ്ത്രീകളുണ്ട്, സ്ത്രീകളെ നിഷേധിക്കേണ്ട കാര്യമില്ല. അവർക്കും ജീവനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. സ്ത്രീക്ക് പ്രത്യേകിച്ച് ജീവിതവും ജീവനും, പുരുഷന് വേറെ ജീവനും. അങ്ങനെ രണ്ട് ജീവനില്ല, ജീവൻ ഒന്നേ ഉള്ളു. മനസ്സിലായി. സ്ത്രീ ശരീരവും ജീവിക്കുന്നു, പുരുഷ ശരീരവും ജീവിക്കുന്നു, ആശ്രയിക്കുന്ന ഒരു ജീവനെ. അതിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ എൻ്റേതെന്ന അഹങ്കാരം പറയത്തില്ലാരും. എന്നുവെച്ചാൽ എൻ്റേതെന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ജീവൻ എന്ന് പറയത്തക്ക രീതിയിലില്ല. എന്നുവെച്ചാൽ ഇതെല്ലാവരുടേതുമാണ്. അവിടെയാണ് സമത്വം വരുന്നത്. എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, പക്ഷെ വേസ്റ്റാണ്. ഇതെല്ലാം വേസ്റ്റാണ്. എൻ്റെ എന്ന് പറയുന്നവർ മുഴുവനും സഫറിയത്തേ ഉള്ളൂ. ജീവിക്കുന്നു നമ്മളുടെ ജീവൻ. അത് തിരഞ്ഞു പിടിച്ചെടുക്കണം, വൃത്തിയാക്കി എടുക്കണം. പക്ഷേ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട ആസക്തി കിടക്കുന്നിടത്തോളം കാലം കണ്ണിന് തെളിച്ചം ഉണ്ടാകത്തില്ല. സ്ത്രീ സൗന്ദര്യം അതുകൊണ്ടല്ല ഇവിടെ എന്താണ് ബ്യൂട്ടി
കോണ്ടസ്റ്റ് അല്ലേ? എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ്, മനസ്സിലായി? കുറേ സ്ത്രീകൾ വന്നിട്ട് അവരുടെ ശരീരത്തിൻ്റെ അളവും തൂക്കമൊക്കെ മെറ്റലവർ നിശ്ചയിച്ചു, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് സ്ത്രീയുടെ സൗന്ദര്യം. സ്ത്രീയുടെ ശാരീരികമായിട്ടുള്ള വ്യവസ്ഥ ഇങ്ങനെ ഇരിക്കണം, അളവുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്പർ 1 സ്റ്റുപ്പിഡിറ്റിയാണ്, മനസ്സിലായ? സ്ത്രീ സൗന്ദര്യം അങ്ങനെ ഒരു സംഭവം ഇല്ല, മനസ്സിലായി? അതല്ല ജീവൻ്റെ സൗന്ദര്യം. ജീവൻ്റെ സൗന്ദര്യം അനുഭവിക്കുന്ന സൗന്ദര്യമാണ്. അത് ശാശ്വതമാണ്, അത് ശാശ്വതമാണ്, മനസ്സിലായി? ഒരു സ്ത്രീയെ കാണുമ്പോൾ സൗന്ദര്യം തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ആകർഷിതനാകുന്നുണ്ടെങ്കിൽ, നമ്മൾ ജീവൻ്റെ ഭാഗത്ത് അനുഭവത്തിലില്ലാത്തത് കൊണ്ടാണ്. അത്രയേ ഉള്ളൂ. ജീവൻ്റെ ഭാഗത്ത് അനുഭവത്തിലാണെങ്കിൽ ഒരു സ്ത്രീയെ കണ്ടാലും അവളുടെ ശരീരത്തിലുള്ള ആകർഷണം തോന്നത്തില്ല, അവളെ ബഹുമാനിക്കും, മനസ്സിലായി? അതിനകത്ത് യാതൊരു തെറ്റുമില്ല. സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ ഇവൻ ജീവനിൽ അല്ല ജീവിക്കുന്നത്. എന്നുവെച്ചാൽ അവൻ ഓൾറെഡി മരണത്തിന് കാരണമായിട്ടുള്ള അവസ്ഥ അവനിൽ പെട്ടുപോയി. ഇതുകൊണ്ടാണ് പലവർക്കും ദേഷ്യമോ ഇതൊക്കെ വരുന്നത്. കാരണം അവൻ ആശ്രയിക്കുന്നത് മരണത്തെയാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ ദേഷ്യം വരത്തുള്ളൂ, സങ്കടം വരത്തുള്ളൂ, ഭയം വരത്തുള്ളൂ. മനസ്സിലായി? അവിഹിത ബന്ധത്തിലാണ്, അല്ലെങ്കിലില്ല. അല്ലെങ്കിൽ മനോഹരമാണ് നമ്മുടെ ജന്മം. ആകർഷണം നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് അറിയാം. നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ലൈംഗിക ആകർഷണം അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളോടുള്ള ആകർഷണങ്ങൾ, ഇതെല്ലാം നമ്മളെ നശിപ്പിക്കുന്നതാണ്. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഉപകരണം വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യം, എന്താണ്, അതുകൊണ്ട് എന്താണ് സെർവ് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്, കൃത്യമായിരിക്കണം, മനസ്സിലായോ? അത് ഇന്നതുപോലെ ചെയ്യാനാണ്, മനസ്സിലായി? അത് കൃത്യമായിരിക്കും. അത് നമ്മുടെ ജീവൻ്റെ ഭാഗം വിട്ടിട്ടാകരുതും. ജീവൻ്റെ ഭാഗം അനുഭവിക്കുന്നിടത്ത് വിട്ടിട്ട് ഒരു കാര്യത്തിന് പോകരുത്. ജീവിതം ഭയങ്കര രസമാണ്. കാരണം എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് രൂപം കൊണ്ടുവന്നാൽ അത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചുറ്റുപാടും കണ്ട എന്തെങ്കിലും കാര്യം വെച്ചിട്ട് ശ്രദ്ധിക്കണം. ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം അതിന് അല്പനേരം കൊണ്ടുണ്ടായതാണ്, മനസ്സിലായോ? കാരണം നമ്മുടെ കാഴ്ചയിൽ നിന്നുണ്ടായതല്ലേ. നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിലുള്ള അനുഭവം എന്ന് പറയുന്നത് അനേകായിരം വർഷങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ സവിശേഷതയിൽ നിന്നാണ് ഹൃദയാനുഭവം. അത് പെട്ടെന്നുണ്ടായതല്ല, മനസ്സിലായി? കാഴ്ച പെട്ടെന്നുണ്ടായതാണ്, മനസ്സിലായോ? കാഴ്ച പെട്ടെന്നുണ്ടായത്. അതുകൊണ്ട് കാഴ്ചയിൽ പെട്ടുപോകരുതും. എന്നുവെച്ചാൽ നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന കാഴ്ചയിലും കേൾവിയിലുമൊക്കെ നമ്മൾ അനേകായിരം കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൗന്ദര്യത്തെ തള്ളിക്കളഞ്ഞിട്ട് സൗന്ദര്യമില്ലാത്തതിന് സൗന്ദര്യമുണ്ടെന്നും പറഞ്ഞ് പോവുകയാണ്. എന്തൊരു വിഡ്ഢിയാണ് മനുഷ്യൻ. ഹൃദയവിശാലത, ഹൃദയത്തിൻ്റെ സൗന്ദര്യം, അതാണ് റിയൽ സൗന്ദര്യം. അവിടെ അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവത്തിൽ തുടരുന്നതിന് യാതൊരു തടസ്സവും ആർക്കും സാധ്യമല്ല. ഇത് ഹൃദയത്തെ ബന്ധിച്ചിട്ട് പുറത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ഹൃദയത്തെ ബന്ധിച്ചു വലിഞ്ഞു മുറുക്കി, മനസ്സിലായ? എന്നിട്ട് പുറത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. അതിന് പെർഫ്യൂം അടിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്തെല്ലാം വേഷം കെട്ട്, മനസ്സിലായ? ഈ വേഷം കെട്ടുകൾ മാത്രമാണ് അത് നമ്മളെ നശിപ്പിക്കത്തേ ഉള്ളൂ. ഒരു സംശയം വേണ്ട, മനസ്സിലായ? അത് എന്നും അങ്ങനെയാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ എന്തൊക്കെയാണെന്നല്ലേ. സ്വന്തം ശരീരത്തിൽ ഒരു മസാജൊക്കെ ചെയ്ത്, മനസ്സിലായ? എപ്പോഴും അറിയണം അത് അതിൻ്റെ ഭാഗത്ത് അവിടെ ഇവിടെ ഈ വലത് കാലം ഇതിങ്ങനെ ആദ്യം താഴത്തിരുന്ന് ഈ അടുത്തിടെയായിട്ടാണ് താഴത്ത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയത് കേട്ടോ. അതിങ്ങനെ കണ്ടിന്യൂസ്. ഇപ്പോൾ താഴെ ഭക്ഷണം കഴിക്കുമ്പോഴും താഴത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഡൈനിങ് ടേബിളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി, മനസ്സിലായ? അപ്പോഴാണ് കാലിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് റെഡിയാകണം, മനസ്സിലായ? അത് സാവകാശം പണിയെടുത്ത് സാവകാശം. അതിതിങ്ങനെ മെല്ലെ ഈ ജോയിൻസൊക്കെ, ആ ജോയിൻസിൻ്റെ ഭാഗത്തൊക്കെ എന്താ പറയും. നേരത്തെ സാറ് പറഞ്ഞില്ല, നമ്മൾ മറ്റൊരാൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഭാഗത്ത് ശ്രദ്ധിച്ച സംസാരിക്കുന്നതെന്ന് പറയല്ലേ. അപ്പം അത് ആ ഭാഗം ഒന്ന് കൂടെ തെളിച്ചു പറയാം സാർ. നമ്മളിപ്പം മറ്റൊരാൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയോ അയാൾ ശരിയല്ല ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ വരുമ്പോഴല്ലേ നമുക്ക് നിർദ്ദേശം കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മളെവിടെയോ
ആഗ്രഹിക്കുമ്പോഴല്ലേ നമുക്ക് ഈ നിർദ്ദേശം എന്ന് പറഞ്ഞ ഭാഗം വരും. അപ്പം അത് ഒരു ഇന്റർഫിയറൻസ് ആവില്ലേ? അതായത് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരാൾ ഭക്ഷണം പെട്ടെന്ന് വെട്ടിവിഴുങ്ങുന്നു. നമുക്ക് പറയാം ഭക്ഷണം സാവകാശം കഴിച്ചാൽ ആ ഭക്ഷണം ദഹിക്കും ഇല്ലേ? വാ അടച്ച്, എന്തിനാണ് ഈ വാ അടച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയുന്നത്? വാ അടച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് വായു അധികം കയറത്തില്ല. വാ അടച്ചിരുന്ന് ഭക്ഷണം, വാ അടച്ച് ഉള്ളിൽ വെച്ച് ചവച്ച് ചവച്ച് ചവച്ച, വാ തുറന്ന് ഭക്ഷണം കഴിക്കുന്നവർ അവർക്ക് ഒരിക്കലും സ്റ്റെബിലിറ്റി ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ വാ അടച്ച് ഭക്ഷണം കഴിക്കണം. ഇത് നമ്മുടെ അനുഭവം. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മളിത് പറയും. എന്തുകൊണ്ടാണ്? നമ്മുടെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് പറയുന്നത്. പക്ഷെ അവർ ശ്രദ്ധിക്കാൻ തയ്യാറല്ല. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു, പിന്നെ നമ്മൾ പറയത്തില്ലേ ഇതപ്പം. അല്ല, പിന്നെ നമ്മൾ പറയുന്ന ഭാവം ഉണ്ടാവില്ല. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. നമ്മളോട്ടുള്ള ബന്ധം എന്തിൻ്റെ പേരിലാണ്? ജീവനെ അനുഭവിക്കുന്നിടത്താണ്. അതിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞു, അവർ കേൾക്കുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ അത് തന്നെത്താൻ പിന്നെ കാലം തെളിയിക്കും. പിന്നെ കാലത്തിൻ്റെ കയ്യിലാണ്. എന്നുവെച്ചാൽ വായ അടച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരു കാര്യം, നമ്മൾ താഴത്തിരിക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷെ താഴത്തിരിക്കാൻ താല്പര്യമില്ല. മുകളിൽ ഇരിക്കത്തുള്ളൂ. ഇരിക്കട്ടെ, അവരോട് ഇരിക്കട്ടെ. ഇപ്പം കെന്നിനെ പിടിച്ച് താഴെ ഇരുത്താൻ പറ്റത്തില്ല. എന്തില്ല? കാരണം കെന്നിൻ്റെ അവസ്ഥ അങ്ങനത്തെ. എന്നിട്ട് അവന് മേശപ്പുറത്ത് വിളമ്പി കൊടുക്കും. പക്ഷെ അവനൊരു സമയം വരുമ്പോൾ അവൻ താഴത്ത് വരും. അവൻ്റെ കാര്യം അങ്ങനെയാണ്. നമ്മൾ തെളിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവൻ ആ തെളിച്ചത്തിൽ വരും. അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, അനുഭവത്തിൽ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ പറയും എന്തോ പറയും. നമ്മളിപ്പോൾ ഒരു കാര്യം, അപ്പം സാർ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു നിർദ്ദേശം കൊടുത്തു, അവർ അനുസരിക്കില്ല എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. അപ്പം അങ്ങനെ അനുസരിക്കാതിരിക്കുന്ന സമയത്ത്, ഇപ്പം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പരസ്പരം ചെയ്യുന്ന കർമ്മങ്ങൾ പരസ്പരം ബാധിക്കുകയും ചെയ്യും. അപ്പം നമുക്കിപ്പോൾ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഭാഗത്താണ് ആ പ്രവൃത്തി പോകുന്നതെങ്കിൽ നമ്മൾ ആക്ച്വലി അതിനെ എങ്ങനെ നിർവീര്യം ചെയ്ത് കളഞ്ഞാൽ, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ വിഷമം ഉണ്ടായിട്ട് പിന്നീട് വീണ്ടും ആ വിഷമത്തെ നിർവീര്യം ചെയ്യാതെ ആ വ്യക്തിയിലേക്ക് സൗഹാർദ്ദപരമായി പോകുന്നത് വൃത്തികേടാണെന്ന് പറഞ്ഞല്ലേ. അപ്പം ആ വിഷമത്തെ നമ്മൾ എങ്ങനെ പക്ഷെ അപ്പം നിർവീര്യം ചെയ്യും? നമ്മൾ പറയുന്ന കാര്യം അവരെ എടുക്കുന്നില്ല, അവർ ചെയ്യുന്ന കാര്യം അവർ തുടരുകയും ചെയ്യുന്നു. അത് നമ്മളെ പിന്നെ എഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ആകാശമായിട്ടുള്ള ബന്ധം, ആകാശമാണ് നമ്മളെ ക്ലെൻസ് ചെയ്യുന്നത്. മനസ്സിലായി? അവിടെ വിശ്വാസമല്ല. ഈ വിശ്വാസം എന്ന് പറഞ്ഞത് ആകാശമായിട്ടുള്ള ആ ബന്ധം അനുഭവത്തിലില്ലാത്തതാണ്. മനസ്സിലായി? എനിക്ക് അറിവ് മാത്രമല്ല അറിവില്ലായ്മയുണ്ട്. അറിവില്ലായ്മയുണ്ട്. ആ ഭാഗം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ തുടരാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞ് നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ജോലി കഴിഞ്ഞു. അത് അവിടെയാണ് ആ വ്യക്തി നമ്മളുടെ കൂട്ടത്തിൽ ഇരിക്കാനുള്ളത് ആണോ അല്ലേ എന്നുള്ള ഭാഗം ഏറ്റവും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൂട്ടത്തിൽ ഇരുത്താൻ നോക്കിയാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇത് പ്രപഞ്ചത്തിൻ്റെ ഭാഗം അവിടെ വരും. കാരണം അവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? അറിവില്ലായ്മ നമ്മളുടെ ഒരു അറിവായിട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവിടെ അറിവില്ലായ്മ വർക്ക് ചെയ്യും. അതിൻ്റെ അറിവില്ലായ്മ ഭയങ്കര സൂപ്പർ ഇൻ്റലിജൻസാണ്. മനസ്സിലായി? അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ ഇൻ്റലിജൻസാണ്. അത് അറിവില്ലായ്മ കൂടി നമ്മളുടെ ഭാഗമാക്കാനുള്ള കഴിവ് വേണം. അറിവ് മാത്രമല്ല. മനസ്സിലായി? അവിടെയാണ് നമുക്ക് അഹങ്കാരം ഇല്ലാണ്ടിരിക്കുന്നത്. അവിടെ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രവർത്തന മേഖലയാണ്. അതൊരു പ്രവർത്തന മണ്ഡലമാണ്. മനസ്സിലായി? അറിവ് മാത്രമല്ല, അറിവില്ലായ്മ ഒരു മനോഹരമായിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയെ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് അനുഭവത്തിൽ കൊണ്ടുവരണം. അറിവില്ലായ്മ നമ്മുടെ അനുഭവത്തിലുണ്ട്, എനിക്കറിയത്തില്ല. മനസ്സിലായി? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാത്തൊരു ഭാഗം കൂടിയുണ്ട്. പക്ഷെ അറിയുന്ന ഭാഗം അതിന് വൃത്തിയുമുണ്ട്. മനസ്സിലായി? അറിയുന്ന ഭാഗത്തിന് കൃത്യമായിട്ട് തുടർച്ചയുമുണ്ട്. അറിവില്ലായ്മ ഉണ്ടെന്നും പറഞ്ഞ് എൻ്റെ അറിവ് അനുഭവിക്കുന്ന ഭാഗത്തിന് യാതൊരു കോട്ടവുമില്ല. അനുഭവത്തിൽ തുടർച്ചയുമുണ്ട്.
അനുഭവത്തിൽ കൃത്യമായിട്ടുള്ള തുടർച്ചയുമുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും അറിവില്ലായ്മ നമുക്ക് അപകടമാകുന്നില്ല. ആശ്വാസം, ആകാശവുമായിട്ടുള്ള ബന്ധം, ശൂന്യതയുമായിട്ടുള്ള ബന്ധം, അതാണ് ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും. നിരന്തരം ശ്രദ്ധിക്കുമ്പോൾ അറിവിൽ മാത്രം കയറിപ്പോയി കഴിഞ്ഞാൽ അപ്പം പ്രശ്നം ഉണ്ടാവും. അറിവില്ലായ്മ നിരന്തരം ഉണ്ടാകണം. ശരി, അറിവില്ലായ്മ എന്ന് പറയും, ഈ അറിവും അറിവില്ലായ്മയും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഡുവാലിറ്റിനെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ അറിവിലും ഈ അറിവില്ലായ്മ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം തുടർന്ന് പോകുമ്പോൾ ഈ അറിവിലും ഈ അറിവില്ലായ്മ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള അറിവുണ്ടാവും. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കേൾക്കാം. മനസ്സിലായോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേൾക്കാം. എല്ലാം നമ്മൾ അനുസരിക്കണമെന്നില്ല. നമുക്ക് ചിരിച്ചുകൊണ്ട് നമുക്ക് എതിർക്കാം. മനസ്സിലായോ? ഇതിൽ അങ്ങനെ ചെയ്യണ്ട. മനസ്സിലായോ? അല്ല ഫോൺ അങ്ങോട്ട് മാറ്റി, അല്ല ഫോൺ ഇങ്ങോട്ട് മാറ്റി, നമുക്ക് മാറ്റി വെക്കാം, നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. പക്ഷേ എവിടെയാണ് നമ്മുടെ അറിവും അറിവില്ലായ്മയും അനുഭവത്തിൽ താളത്തിലുണ്ട്. അല്ലേ? അങ്ങനെ ചെയ്യരുതും, അങ്ങനെ വേണ്ട എന്ന് നമുക്ക് പറയാം. അത് ചെയ്യിപ്പിക്കാതെ ഇരിക്കാം. പക്ഷേ അറിവും അറിവില്ലായ്മയും ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. ഒരിക്കലും നമ്മൾ വേദനിച്ചുകൊണ്ടല്ല. ഒരിക്കലും വേദനിച്ചില്ല. ഷാഫി അങ്ങനെ ചെയ്യല്ലേ, ഷാഫി അങ്ങനെ ചെയ്യല്ലേ ഷാഫി എന്ന് കർശനമായിട്ട് പറയാം. പക്ഷേ ഉള്ളിൽ ഈ അറിവും അറിവില്ലായ്മയും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. അതുണ്ടെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞ് ജയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ അറിവില്ലായ്മയും കൂടെ നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അല്ലെങ്കിൽ അതേപോലെ നമ്മളെ വിഘടിപ്പിക്കുന്ന മറ്റ് ഇമോഷൻസ് ആണെങ്കിലും ഒന്നും ജനിക്കത്തില്ല അല്ലേ? ഇല്ല, ജനിക്കത്തില്ല. അതാണ് കാര്യം. മനസ്സിലായോ? അവിടെയാണ് നമ്മൾ ജനനത്തിൻ്റെ ഭാഗം. മനസ്സിലായോ? അവിടെ ജനനം. കാരണം ഈ അന്തരീക്ഷത്തിൽ ഈ എങ്ങനെയാണ് ജനനം സംഭവിക്കുന്നത്? ഏത് വ്യവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ജനനം സംഭവിക്കും, അത് ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഏത് വ്യവസ്ഥയിലാണ് ജനനം സംഭവിക്കുന്നത്? ആ ജനിക്കാതിരിക്കുന്ന ഭാഗം നമ്മൾ അറിവില്ലായ്മയ്ക്ക് ശൂന്യതക്കൂടി സ്ഥാനം കൊടുത്താൽ മറ്റൊന്നും ജനിക്കുകയില്ല. ഇത് ഒരു വണ്ടർഫുൾ പൊസിഷനാണ്. ശൂന്യത കൂടി സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. അനുഭവത്തിൽ ശൂന്യതക്ക് മറ്റൊന്നും ജനിക്കാൻ പറ്റത്തില്ല. ജനിച്ചത് ജീവിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ജനിച്ചത് ജീവിച്ചേ പറ്റത്തുള്ളൂ. ഒരു നിർവാഹമില്ല. മറ്റൊരു സംഭവം ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ എത്തുകയാണ്. അത് അവിടെയാണ് പക്വതയും പാകതയൊക്കെ വരുന്നത്. മറ്റൊന്ന് ജനിച്ചില്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റും ഇല്ല. എന്താ മറ്റൊന്ന് ജനിച്ചില്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റും ഇല്ല. മറ്റൊന്ന് ജനിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ശരത്തിന് എന്നോടൊരു ബന്ധം ഉണ്ടാകണം. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തീരുമാനം ജനിച്ചാൽ അപകടമല്ലേ? അത് പ്രശ്നമാണോ? ശരത്തിന് എന്നെ ഇഷ്ടപ്പെട്ട നമ്മൾ തിരക്കാണ്. എന്നിട്ട് ശരത്തിന് ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ ഞാൻ സംസാരിക്കുകയാണ്. അതെൻ്റെ ഉള്ളിൽ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ശരത്തിൻ്റെ ഭാഗമായിട്ടൊരു പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടണം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് ജനിപ്പിക്കുന്നത്? അവൾ എന്നെ ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ അവളുടെ വർത്തമാനം പറയാൻ എൻ്റെ ഉള്ളിൽ ജനനം സംഭവിക്കും. അപകടം മനസ്സിലാക്കണം. ഭയങ്കര അപകടമാണ്. കാരണം ആ പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ജനിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി, ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ജനിക്കും. ഞാൻ ജീവിക്കത്തില്ല. കാരണം എന്തിനാണ് ഈ ബിസിനസ് തുടങ്ങിയത്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിക്കാനുള്ള കാര്യം മറന്നുപോയി. ബിസിനസ് നിലനിർത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? കാരണം ബിസിനസ് നിലനിർത്തണം, ബിസിനസ് ജീവിക്കണം. ബിസിനസ്സിന് ജീവൻ അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കാണും നമ്മുടെ ഇൻഡസ്ട്രി. ഓക്കെ, 1947 എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ലെവല്. 2024 എത്തിയപ്പോൾ 25 ആയപ്പോൾ നമ്മുടെ ലെവൽ ഇത്രയും വലിയ ബൂം ചെയ്തു. മനുഷ്യനെവിടെ കിടക്കുന്നു? മനുഷ്യൻ തകർന്ന് തരിപ്പണമായി. മനസ്സിലായോ? ഡെവലപ്ഡ് കൺട്രീസ്
നമുക്ക് പാലവും വലിയ സ്കൈ സ്ക്രാപ്പേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസായി. മനസ്സിലേ? ഇത് മനുഷ്യൻ്റെ ചിന്ത മാത്രമാണ്. മനുഷ്യന് സൗഹാർദ്ദമില്ലേ? അല്ല, യുദ്ധക്കച്ചവടമാണ്. ഈ രാജ്യങ്ങൾ പരസ്പരം യുദ്ധോപകരണങ്ങളുടെ കച്ചവടമാണ് ചെയ്യുന്നത്. അല്ല, ഇത് വൃത്തിയുള്ള ലോകമൊന്നുമല്ല. മനസ്സിലായി? യുദ്ധോപകരണങ്ങൾ കച്ചവടം ചെയ്ത് സമ്പന്നമായിരിക്കുന്ന രാജ്യം അത് ഡെവലപ്ഡ് ആണോ? അല്ല, അത് ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് രാജ്യമാണ്. കാരണം അതാണ്, യുദ്ധോപകരണങ്ങൾ വിറ്റിട്ടാണ് അവരുടെ പ്രാപ്തി എന്ന് പറയുന്നത്. എന്താ, മറ്റുള്ളവരെ ഭയപ്പെടുത്തി നിന്നെ നശിപ്പിക്കാനുള്ള ആയുധം എൻ്റെ കയ്യിലുണ്ട്, നിന്നെ നശിപ്പിക്കാനുള്ള ആയുധം എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അവൻ ഏറ്റവും മുൻപന്തിയിലായി. വെറും വൃത്തികേടല്ലേ? ഒരു സംശയവും വേണ്ട. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. എന്താ, മറ്റൊരാൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു, നോക്കണ്ട. എന്താ, കാരണം ഭീഷണിപ്പെടുത്തുന്നവന് ആശങ്കയുള്ളത് കൊണ്ടാണ് അവൻ ഭീഷണിപ്പെടുത്തുന്നത്. അവൻ നിലനിൽക്കാത്തത് കൊണ്ടാണ് അവൻ ഭീഷണിപ്പെടുത്തുന്നത്. ഏത് വ്യക്തിയും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ശ്രദ്ധിച്ചോളുക, അവനിൽ നാശമുള്ളത് കൊണ്ടാണ്. അല്ലാത്തവൻ ഭീഷണിപ്പെടുത്തത്തില്ല, ഒരിക്കലും ഭീഷണിപ്പെടുത്താൻ പറ്റത്തില്ല. സ്നേഹമുള്ളവൻ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? കാരണം അവന് ഐശ്വര്യവും അഭിവൃദ്ധിയും അവൻ തന്നെയാണ്, അത് വേറിട്ടല്ല. നല്ലത് വരണമേന്നല്ല, നല്ലത് എന്താണ്, എന്നിൽ നല്ലത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. നല്ലത് വരണമേ എന്ന് പറയുന്നതിന് വരും, കിട്ടും, നാളത് നാശമാകും. നല്ലത് വരാനുള്ളതല്ല, നന്നായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അത് അനുഭവിച്ചാൽ മതി. നല്ലത് വന്നാൽ നാളെ നല്ലത് പോവുകയും ചെയ്യും. അത് ഒരു അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ഉള്ളിൽ നിലനിർത്താൻ പറ്റാതിരിക്കുമ്പോൾ അവിടെ സഫറിങ് ആയില്ല. അറിവില്ലായ്മ, അതെ, അറിവില്ലായ്മ നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തപ്പോൾ, അതായത് ശ്വാസം. പറഞ്ഞോ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഡുവാലിറ്റിയുടെ ഭാഗത്ത് നിൽക്കുന്നിടത്തോളം നമുക്ക് ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ല. നമ്മളെപ്പോഴും ബന്ധനത്തിലാണ്. ഈ അനുഭവത്തിൽ ശൂന്യത അല്ലെങ്കിൽ അറിവില്ലായ്മ എന്നുള്ളൊരു ഭാഗത്തെ കൂടെ നമുക്ക് നിലനിർത്താൻ പറ്റുമ്പോഴാണ് നമുക്ക് പ്രാപ്തി ഉണ്ടാകുന്നതും നമുക്ക് ആശ്വാസം നിലനിൽക്കാൻ പറ്റുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു കുട്ടിയായപ്പോൾ കുട്ടിക്ക് അറിവ് കിട്ടിയത് ആരൊക്കെയാണ് കൊടുത്തത്? അമ്മയും അപ്പനും ഒക്കെ അല്ലേ? അമ്മയും അപ്പനെ ആശ്രയിച്ച് അങ്ങനെ കുട്ടി വളർന്നു വരുമ്പോൾ അമ്മയും അപ്പനിലും ചില ബലഹീനതകൾ കാണുന്നു. അവർക്ക് പറ്റുന്നില്ല ചില കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ, പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ അവരിലുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നത്. എന്നാൽ ഇവരൊട്ട് അംഗീകരിക്കത്തുമില്ല. നോക്കണം, ഏറ്റവും വൃത്തികെട്ട സാഹചര്യമാണ്. മാതാപിതാക്കൾ അവരിൽ പോരായ്മയുണ്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറല്ല. കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വൃത്തികെട്ട അനുഭവമാണ് മാതാപിതാക്കൾ എനിക്ക് പോരായ്മയുണ്ട്, എന്നിൽ ബലഹീനതയുണ്ട് എന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്നവരോട് നമ്മൾ പറയാൻ തയ്യാറല്ലെങ്കിൽ അത് ഏറ്റവും വലിയ വേസ്റ്റാണ്. എനിക്ക് ബലഹീനതയുണ്ട് എന്ന് പറയാൻ പറ്റാത്തൊരു വ്യക്തി, ആ വ്യക്തി ഏറ്റവും വലിയ വേസ്റ്റാണ്. ഇന്ന സാഹചര്യങ്ങൾ, ഇന്നതെനിക്ക് കൊള്ളത്തില്ല, പറ്റത്തില്ല, എൻ്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇത് കൃത്യമായിരിക്കണം. എൻ്റെ വേദനയുടെ ഭാഗം, ഇന്നത് എനിക്ക് പറ്റുന്നില്ല കേട്ടോ എന്ന് കൃത്യമായിട്ട് പറയാനുള്ള ചങ്കുറപ്പുണ്ടാണ്. എന്തുകൊണ്ടാണ്? പരിശോധിക്കണം, ഒരുമിച്ചിരുന്ന് പരിശോധിക്കണം. എന്നിട്ട് അത് നമുക്ക് നിർവീര്യം ചെയ്ത് കളയാൻ പറ്റുന്നതാണെങ്കിൽ നിർവീര്യം ചെയ്യണം. അതാണ് ജീവിതം. അതാ എന്തെല്ലാം ഉണ്ട്. എങ്ങനെയാണ്? ഓക്കെ, പണ്ട് കാലത്ത് ഒരു കാലഘട്ടത്തിൽ സ്ത്രീയെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി. കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇത് ഞാൻ അന്ന് തുറന്ന് പറഞ്ഞ് ലൈംഗികത എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഏത് സ്ത്രീയായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞ് നടന്ന ഒരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞ് സത്യസന്ധമായിട്ട് ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിന് കാരണമായപ്പോൾ ലൈംഗികത അല്ല സ്ത്രീയുമായിട്ടുള്ള ബന്ധം. അപ്പോഴെന്താണ് മനസ്സിലാക്കിയ ഏറ്റവും വലിയ അറിവ് എന്താണ്? ഈ സമൂഹം വെറും കപട സമൂഹമാണ്. ഒരു വ്യക്തി പോലും കൃത്യമായിട്ട് പറഞ്ഞു തരാനില്ലായിരുന്നു. എടാ മോനെ, ലൈംഗികത കൊട്ടല്ലടാ മോനെ, സ്ത്രീയായിട്ടുള്ള ബന്ധം ലൈംഗികതയിലല്ല എന്ന് ഒരു വ്യക്തിക്ക് പോലും പറയാനുള്ള കെൽപ്പ് എങ്ങും ഞാൻ കണ്ടില്ല.
എങ്ങും കണ്ടില്ല. അത് ഈ സമൂഹം വെറും കാപട്യ സമൂഹമാണ്. അതിന് അടിസ്ഥാനമില്ല. വീണ്ടും വളർച്ചയുടെ ഭാഗം നോക്കുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രാഷ്ട്രബോധം എന്ന് പറയുന്നത് അല്പം മാത്രം ഉണ്ടാകേണ്ടതാണ്. അല്പം മാത്രമേ രാഷ്ട്രബോധത്തിൻ്റെ ആവശ്യമുള്ളൂ. അത് ഒരല്പം മാത്രം മതി രാഷ്ട്രബോധം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു നിസ്സാര സമയത്ത് രാഷ്ട്രബോധം മതി. ഇത് മരണം വരെ രാഷ്ട്രീയക്കാരനാണ്. മനസ്സിലായി? കാരണം എന്താണ്? കള്ളത്തരമാണ് കാണിക്കുന്നത്. അതിൽ വഞ്ചനയും ചതിയും മാത്രമുള്ളവരാണ് ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. ആത്മബോധമാണ് ഒരു വ്യക്തിയുടെ അടിസ്ഥാനം. ഒരു വ്യക്തി ആത്മബോധത്തിലോട്ട് എത്തണം. അപ്പോൾ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ബിസിനസ്സുകാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ആത്മബോധത്തിലുള്ള ബിസിനസ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അതിലവിടെ നടന്നോട്ടെ. അതിലെന്താ ഇത്ര വലിയ ബലം പിടിക്കാനായിട്ട്? എനിക്കുണ്ട് ബിസിനസ്, അവിടെ നടത്തുന്നുണ്ട് ആരുമൊക്കെ. മനസ്സിലായ? അവർ നടത്തിക്കോട്ടെ. അതിൻ്റെ കാലം കഴിഞ്ഞ്. മനസ്സിലായി? അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് വിട്ടുകൊടുത്തു. മനസ്സിലായ? അങ്ങ് വിട്ടുകൊടുത്തു. ആർക്കാണത് വേണ്ടത് അവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മളിറങ്ങി, കയ്യും വീശി ഇറങ്ങി. മനസ്സിലായി? ആ ഭാഗം അവരുമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ട്. അവർക്ക് ആവശ്യമുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടാവും, ഉണ്ടെങ്കിലുണ്ട്. മനസ്സിലായ? ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം. പറയും.